കൊർഫക്കാനും ഷെയറി വ്ലോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ കൊർഫക്കാനിലെ മൂന്നാമത്തെ ഡെസ്റ്റിനേഷൻ വാഡി ഷീസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വരുമ്പോൾ തന്നെ ആദ്യം കാണാൻ പറ്റുന്ന ഷീസ് പാർക്കാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ അതെല്ലാം ക്ലോസ്ഡ് ആണ്, അണ്ടർ മെയിൻ്റനൻസ് ആണ്. അപ്പോൾ നമുക്കിവിടെ പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ എന്തെങ്കിലും കാഴ്ച ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടുപോവാം. ഇപ്പോൾ എല്ലാം ക്ലോസ്ഡ് ആണ്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് പോകുന്ന വഴി ഞാൻ പറഞ്ഞുതരാം. നേരെ നമുക്ക് പോകുന്നത് അവിടെ എന്തൊക്കെയാണ് കാഴ്ചകൾ എന്നുള്ളതും നോക്കാം. പിന്നെ നല്ല ഡ്രൈവ് ഉണ്ടെന്നാണ് കേട്ടത്. വാഡി ഷീസ് നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ കൂടിയുള്ള റോഡിന്റെ കാഴ്ചകളും നല്ലൊരു ഡ്രൈവായിട്ട് നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ പോവാം. അങ്ങനെ നമ്മളിപ്പോൾ വാഡി ഷീസിലേക്കുള്ള യാത്രയിലാണ്. അവിടുത്തെ കാഴ്ചകൾ എന്താന്നൊക്കെ ഉള്ളത് നമ്മളൊക്കെ അവിടെ ചെന്നിട്ട് കാണാം. വാഡി ഷീസില് ഒരു റോഡ് താഴോട്ട് കണ്ടു. ഓക്കെ, ആ റോഡിൽ കൂടെ നമ്മളിപ്പോ പോയി അടിപൊളി സ്ഥലങ്ങൾ കാണുന്നുണ്ട്. കുഞ്ഞു വെള്ളക്കെട്ടുകളൊക്കെ കാണുന്നുണ്ട്. ബാക്കി എന്താണെന്നുള്ള ഓക്കെ, നമ്മുടെ ഡെസ്റ്റിനേഷൻ അടുത്തെത്താറായെന്നാണ് നമ്മുടെ ഗൂഗിൾ ആന്റി പറഞ്ഞു തന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോ ആ ഒരു ഇതൊക്കെ അങ്ങ് മാറി. നല്ല ഒരു സൈഡില് പച്ചപ്പും ബാക്കി സൈഡില് മലകളും. ഇവിടെ ഒന്നുമില്ല. ഒരു സൈഡില് ഭയങ്കര കുഴി. ഇവിടത്തേക്കുള്ള ഈ ഡ്രൈവിംഗ് ആണ് കേട്ടോ സൂപ്പർ. ഇനിയിപ്പോ താഴോട്ട് പോയിട്ട് പോണ്ട് വാട്ടർ പേരാണ് കഷ്ടം കേട്ടോ. ഇവിടെയാണ് നാച്ചുറൽ ട്രെയിൽ. പോകാൻ പറ്റും. ഓക്കെ, നമ്മൾ എന്തായാലും നോക്കട്ടെ, ഇവിടെ നിന്ന് അന്വേഷിക്കട്ടെ എങ്ങനെയാണ് പോക്ക് വരവ് കാര്യങ്ങളൊക്കെ എന്നുള്ളത് അന്വേഷിച്ചിട്ട് ബാക്കി പറഞ്ഞുതരാം. ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വാഡി ഷീസിലാണ്. വാഡി ഷീസ് പക്ഷെ ഇപ്പോ അത് ക്ലോസ്ഡ് ആണ്. ഇപ്പൊ ഞങ്ങൾ ആ സെക്യൂരിറ്റി എടുത്ത് ചോദിച്ചു. സെക്യൂരിറ്റി ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പറഞ്ഞ 2-3 ആഴ്ചക്കുള്ളിൽ എന്തായാലും തുറക്കും. ഒരുപാട് പബ്ലിക് ഇവിടെ വരുന്നുണ്ട്. പക്ഷെ ഇപ്പൊ എന്തോ മെയിന്റനൻസിന് വേണ്ടിയിട്ട് അടച്ചിട്ടിരിക്കുകയാണ്. 2-3 ആഴ്ച വെയിറ്റ് ചെയ്യാം, വരുമെന്നാണ് പറഞ്ഞത്. പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ചാല് ഇതൊരു സ്വർഗ്ഗമാണെന്നാണ് പുള്ളിക്കാരൻ ഞങ്ങളോട് പറഞ്ഞത്. അടിപൊളി സ്ഥലമാണ്. പക്ഷെ നമുക്കത് കാണാൻ ഉള്ള എന്താ പറയാ ഒരു ഭാഗ്യമില്ല. എന്തായാലും ഒരു തവണ ഞങ്ങൾ എന്തായാലും വരും. ഈ സ്ഥലം എന്ന് പറയുന്നത് കൊർഫക്കാൻ റോഡിലെ നമ്മുടെ ഫസ്റ്റ് ടണൽ കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് ഈ ഒരു വാഡി ഷീസ് കാണുന്നത്. റൈറ്റ് കയറുമ്പോൾ ഞങ്ങൾക്ക് ഇതിന്റെ ലൊക്കേഷൻ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ എന്തായാലും ഇട്ടേക്കാം. പിന്നെ കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ പറഞ്ഞു നമ്മൾ പോകുന്ന റോഡിൽ തന്നെ ഒരു സ്ട്രെയിറ്റ് കുറച്ച് പൊയ്ക്കോളൂ, ഓഫ് റോഡ് ഉണ്ട്, നല്ലൊരു ഡ്രൈവാണ്, നല്ലൊരു കാഴ്ചയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്ക് അതും കൂടെ കാണണം, ആ കാഴ്ച കൂടെ കാണണം. പിന്നെ ആടെ നിൽക്കി നോക്കാനുമേ. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് വെച്ചാല് ഷാർജയുടെ അണ്ടറിലുള്ള സ്ഥലമാണിത്. അതിമനോഹരം. ആ പുള്ളിക്കാരന്റെ പറച്ചിൽ തന്നെ ഉണ്ട്. ഇവിടെ കാണാൻ ഒരുപാടുണ്ട്. കണ്ണിന് കുളിർമയേകുന്ന, ഞാൻ എപ്പോഴും പറയൂല്ലോ, കണ്ണിന് കുളിർമയേകുന്ന ഒരുപാട് കാഴ്ചകളുള്ള ഒരു സ്ഥലം നമുക്ക് ഇപ്പോഴത്തേക്കും മിസ്സായിരിക്കുകയാണ്. കാല് പിടിച്ചപ്പോ ചേട്ടൻ പറഞ്ഞു ജസ്റ്റ് അവിടം വരുന്ന പൊയ്ക്കോ, ഒരുപാട് ദൂരം പോവരുത്. കാല് പിടിച്ചു അദ്ദേഹത്തിന്റെ കേട്ടോ. ഒന്ന് പൊയ്ക്കോ, നല്ല രസമാണ് കാണാനെന്ന് പറഞ്ഞു. ഇത് കണ്ടത് നോക്കൂ, അടിപൊളിയാട്ടോ. അല്ല ഒരു പ്രാവശ്യം എന്തായാലും നമുക്ക് നോക്കണം വേണേ. കുറെ ഉണ്ട് കേട്ടോ. ഈ മലയുടെ മുകളിൽ വരെ നമുക്ക് പോകാൻ പറ്റും. കുറെ മരങ്ങൾ തന്നെ മരമാണ്. ഓ എനിക്ക് തോന്നുന്നു മേ ബി ഇവിടെയൊക്കെ വെള്ളമുണ്ട് കേട്ടോ. അതാണ് ആ ചേട്ടൻ പറഞ്ഞ നല്ല
മലയിൽ നിന്ന് വരുന്ന വെള്ളം ഇവിടെ ഉണ്ട്. പക്ഷെ ഇതെല്ലാം ഇപ്പൊ പറ്റിക്കിടക്കുകയാണ്. ഇതുവഴിയൊക്കെ ആയിരിക്കും വെള്ളം വരുന്നത് കേട്ടോ. നമുക്ക് മിസ്സായി. വെള്ളമായിരിക്കും കേട്ടോ. ഇത്രയും മനോഹരമായ ഒരു സ്ഥലം ആളൊഴിഞ്ഞ് കിടക്കുവാണെങ്കിൽ നിങ്ങളെ നല്ല ചൂട് ക്ലോസ് അല്ലേ, നമുക്ക് ഭാഗ്യമില്ല. ഉള്ളോട്ട് നോക്കി. കഴിച്ചോ? നമ്മുടെ നാട്ടിലെ നെല്ലിക്കാമാരി ഈ മരത്തിന്റെയാ? ഇത് ഈ ചേട്ടൻ തന്നതാണേ. ആ ചേട്ടൻ തന്നത് മാങ്ങ, നമ്മുടെ മാങ്ങയുടെ സെയിം ടേസ്റ്റ് ഞാൻ കാണിച്ചു തരാം. മാങ്ങയുടെ സെയിം ടേസ്റ്റ് എന്ന് വെച്ചാൽ മാങ്ങ തന്നെ നമ്മൾ കടിച്ചു കഴിഞ്ഞാൽ അത് മാങ്ങയാണെന്ന് പറയും. പക്ഷെ ഇതിനകം കണ്ടോ, പേര് പുള്ളിക്കാരനും അറിയത്തില്ല. നമ്മളിവിടുത്തെ അറബികളും മിസ്രികളൊക്കെ കഴിക്കുന്ന ഒരിതാണ്. ഇതാണ് അതിന്റെ മരം. പേരും ഞങ്ങൾക്ക് ഓരോരുത്തരും ചേട്ടനും അറിയത്തില്ല. ചോദിച്ചു അടുത്ത ആഴ്ച വരുമ്പോ പറഞ്ഞേ. സെയിം നമ്മുടെ മാങ്ങയുടെ അതേ ടേസ്റ്റ് ആണ്, പക്ഷെ വേറൊരു ഫ്രൂട്ട്. അപ്പൊ ഇനി നമ്മൾ നേരെ പോകുന്നത് ചേട്ടൻ പറഞ്ഞ പോലെ ഇവിടുന്ന് കുറച്ച് നല്ലൊരു ഡ്രൈവ് ഉണ്ടെന്ന് പറഞ്ഞു. എന്തായാലും നമുക്കിത് കാണാൻ പറ്റില്ല. നമുക്കിനി കുറച്ച് ഓഫ് റോഡൊക്കെ പോയിട്ട് വരാം അല്ലെ. അപ്പൊ നമ്മള് വാടി ഷീസിലെ ചേട്ടനോട് ബൈ ബൈ പറഞ്ഞു. ചേട്ടൻ പറഞ്ഞതുപോലെ കുറച്ച് ഓഫ് റോഡ് ഡ്രൈവും നല്ല ഡ്രൈവ് ആയിട്ടുള്ള നല്ലൊരു സ്ഥലം ഇനി അങ്ങോട്ടുണ്ട്. ഡ്രൈവിങ്ങേ ഉള്ളൂ. ഇറങ്ങി നിൽക്കാൻ പറ്റുമെങ്കിൽ ഇറങ്ങി നിന്നാൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ അത് നോക്കാം. പക്ഷെ ഇതാണ് സ്ഥലം. വാടി ഷീസ് കഴിഞ്ഞിട്ട് നേരെ വരുമ്പോ നീ എവിടെ ചെന്ന് നിൽക്കുമെന്നുള്ളത് പോകുന്ന വഴി നമുക്ക് കാണാം. അപ്പൊ നമ്മള് കുറച്ച് വാഴയൊക്കെ ഇവിടെ നിൽക്കും. വാഴ മരങ്ങള് നമ്മുടെ അവിടുത്തെ വാടി ഷീസിൽ ആ ചേട്ടൻ പറഞ്ഞായിരുന്നു കുറച്ച് കച്ച റോഡിലൂടെ ഒക്കെ പോകണം. പക്ഷെ പോയാലും നല്ലൊരു കാഴ്ചകൾ അവിടെ കാണാൻ പറ്റുമെന്നാണ് നമ്മളോട് പറഞ്ഞത്. അതനുസരിച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ ഷാർജ കോപ്പറേറ്റീവോ അങ്ങനെ എന്തോ എഴുതിയിട്ടുണ്ട്. അവിടുന്ന് നമ്മുടെ ചുറ്റും മലകൾ മാത്രം, ചെറിയ റോഡ്. ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. എന്തായാലും ഞങ്ങൾ ഈ ഒരു അതിസാഹസികമായ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം കണ്ടിട്ട് എവിടെ നിന്നായിരിക്കും വരുമ്പോ എന്നൊക്കെ നമുക്ക് നോക്കിയാലോ. വല്ല പൈപ്പ് പൊട്ടി വീണതാണോ ഇനി മലയുടെ മുകളിൽ പുറകെയാ? ഇവ രണ്ടുകൂടെ എന്നെ പറ്റിക്കുകയാണെന്ന് തോന്നുന്നു. എന്തായാലും നോക്കാം. നമുക്ക് ഈ വെള്ളത്തിന്റെ സോഴ്സ് എവിടെയാണെന്ന് കണ്ടുപിടിക്കണമല്ലോ. എന്നാലും നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ ഇവിടുന്ന് വെള്ളം. ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവര് വാടി ഷീസ് കഴിഞ്ഞ് ആരെങ്കിലും പോയിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. പോയിട്ടില്ലാത്തവരാണെങ്കിൽ നേരെ വരിക. നേരെ ഇങ്ങോട്ട് പോന്നോളൂ. വാടി ഷീസ് കഴിഞ്ഞ് നേരെ ഇങ്ങ് പോരുന്നാ മതി. അപ്പൊ അവിടെ വരുമ്പോഴത്തേക്ക് ഒരു പ്രൈവറ്റ് ആക്സസ് കാണും. അങ്ങോട്ട് കയറരുത്.
ടൂറിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ആരോ കൊടുത്തിട്ടുണ്ട്. ആ വഴി കയറി വരുമ്പോഴാണ് ഈ അതിസാഹസികം നിറഞ്ഞ ദൈവമേ. നിങ്ങളുടെ ഉരുണ്ട് തറ വീഴുമോ? വീട്ടിൽ പോകണ്ടാവില്ല. വീട്ടിൽ പോകണ്ടല്ലോ, ഞങ്ങളിവിടെ പെട്ടു. എന്താ ഇത്? ഇവിടെ ആരൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മള് വാടി ഷീസ് കഴിഞ്ഞ് നേരെ വരുമ്പോഴാണ് ഈ ഓഫ് റോഡ് ഉള്ളത്. നമുക്കിത് എവിടെ വരെ പോകുന്ന അറിയില്ല. കുറച്ചു ദൂരം ഒന്ന് പോയി നോക്കാം എവിടെയാണ് ചെല്ലുന്നതെന്ന്. പക്ഷെ ആ ചേട്ടൻ വന്ന സത്യം കേട്ടോ, നല്ലൊരു ഡ്രൈവ് ആയിരിക്കും എന്ന് പറഞ്ഞായിരുന്നു. അത് അതുപോലെ തന്നെ സംഭവിച്ചു. അടിപൊളിയാണ്. ഇവിടെയൊക്കെ വെള്ളം ഉണ്ടാവും. അതാണ്ട് ഇവിടെ ഒരു ചെറിയൊരു വെള്ളക്കെട്ട് കാണുന്നുണ്ട്. ഈ വെള്ളത്തിന് നല്ല ചൂടായിരിക്കില്ലേ? അധികം താഴ്ചയില്ലല്ലോ. ഫിഷ് ഇല്ലെന്ന് തോന്നുന്നു. ഈ കല്ലിരിക്കുന്നത് കണ്ടോ നിങ്ങൾ ആരെങ്കിലും? വീടാണ് അവസ്ഥ വലിച്ചു ഒരു കല്ലിരിക്കുന്നത്. അരളിപ്പൂ മാങ്ങ മരമാണെന്ന് തോന്നാൻ നിൽക്കുന്നത്. അല്ലല്ല, മാങ്ങയല്ല. അല്ല, ഞാൻ നോക്കിയായിരുന്നു. ഈന്തപ്പഴത്തോട്ടമാണെന്ന് തോന്നുന്നു. മണ്ടയ്ക്കൊന്ന് വലിയ വരാമേ.
വാടി ഷീസ് കാണാൻ പറ്റിയില്ലെങ്കിലും അതിനേക്കാളും നല്ലൊരു ഡ്രൈവിംഗ് ആയിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ എങ്ങുമല്ല, വാടി ഷീസ് കഴിഞ്ഞ് നേരെ വരിക. നേരെ വരുമ്പോൾ തന്നെ നമുക്കൊരു ലെഫ്റ്റ് കിട്ടും. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങനെ ഓഫ് റോഡ് ഇങ്ങനെ നമുക്ക് ഡ്രൈവ് ചെയ്ത് നല്ലൊരു കിടിലൻ ഡ്രൈവ് ആയിരിക്കും. അത് ഉറപ്പിച്ച് ഞാൻ പറയുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇവിടുത്തെ ഈ മനോഹരമായ കാഴ്ചകൾ. കൊർഫക്കാലിലെ കുറേ മല നിരകൾക്ക് നടുവിൽ നിന്നും ഷൈമോൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ അനൂപ് ഷാദി വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കനോടൊന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.